ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഈസി ആയിട്ട് എങ്ങനെ ഒരു പെഡിക്യൂർ ചെയ്യാമെന്നാണ്. ഇപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുമ്പോൾ നല്ലൊരു കോസ്റ്റ് തന്നെ ആവും. ഇത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഈസി ആയിട്ട് എങ്ങനെ പെഡിക്യൂർ ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പെഡിക്യൂറാണിത്. അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു തവണയൊക്കെ ചെയ്താൽ നമ്മുടെ കാലുകൾക്ക് ഒരു ബെറ്റർ റിസൾട്ട് തന്നെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് പെഡിക്യൂർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ കാലിലെ നെയിൽ പോളിഷൊക്കെ റിമൂവ് ആക്കുക. എന്നിട്ട് ഒരു ബക്കറ്റിൽ അല്ലെങ്കിൽ ഒരു പരന്ന പാത്രത്തിൽ ചൂടുവെള്ളം എടുക്കുക. ഒരു ഇളം ചൂടുള്ള വെള്ളം മാത്രം മതി. അതിലേക്ക് കല്ലുപ്പ് ചേർക്കുക. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ചെറുനാരങ്ങ നീരാണ്. ചെറുനാരങ്ങ നന്നായി പിഴിഞ്ഞ് ചേർത്തതിന് ശേഷം ചെറുനാരങ്ങയുടെ തോടും ആ വെള്ളത്തിൽ തന്നെ ഇടുക. അത് നമുക്ക് സ്ക്രബിന് വേണ്ടി യൂസ് ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അപ്പക്കാരമാണ്. അപ്പക്കാരം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ അത് കുറച്ചെടുത്ത് ആ വെള്ളത്തിലേക്ക് ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് വേണ്ടത് ഷാമ്പു ആണ്. ഷാമ്പുവിൻ്റെ 1 രൂപയുടെ പാക്കറ്റ് മാത്രം മതി. അതും കൂടെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കുക. വെള്ളം നല്ലോണം മിക്സാക്കി പതരൂപത്തിലാക്കുക. ഇപ്പോൾ വെള്ളം മിക്സാക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് ചൂട് കൂടുതലാണോ എന്ന്. അധികം ചൂട് വേണ്ട, ഒരു ഇളം ചൂട് മാത്രം മതി. നമ്മുടെ കാല് മുക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രം മതി. ഇതാ നമ്മുടെ വെള്ളം നല്ലോണം പതയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളെ കാല് വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യുക. ചൂട് അല്പം കൂടിപ്പോയി. അങ്ങനെ വെള്ളം തണിഞ്ഞതിന് ശേഷം കാലതിലേക്ക് മുക്കി ഒരു 20 മിനിറ്റെങ്കിലും അങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുക. ശേഷം ഒരു ബ്രഷ് അല്ലെങ്കിൽ പ്യൂമിക് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് കാല് നന്നായിട്ട് ഉരക്കുക. ഇപ്പോൾ ബ്രഷാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് ബ്രഷ് ഉപയോഗിച്ച് കാലും നഖമൊക്കെ നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക. അങ്ങനെ 2 കാലും ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ഉരച്ച് കഴുകിയതിന് ശേഷം നമ്മൾ നെയിൽ കട്ടർ യൂസ് ചെയ്തിട്ട് നമ്മളെ നെയിൽസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വെള്ളത്തിൽ 20 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ഉരച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഒട്ടുമിക്കതും പോയിട്ടുണ്ടാകും. നെയിൽസൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നെയിൽസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. 2 കാലിലെയും നഖങ്ങൾ നന്നായിട്ട് ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ കാലിലേക്ക് ഒരു സ്ക്രബ് ഇടണം. സ്ക്രബ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം ഒരു പാത്രത്തിൽ അല്പം കോഫി പൗഡർ എടുക്കുക. നോർമൽ തരിയുള്ള കോഫി പൗഡർ എടുത്താൽ മതി. ഞങ്ങളുടെ കയ്യിൽ ബ്രൂവിൻ്റെ കോഫി പൗഡർ മാത്രമായിരുന്നു ഉള്ളത്, അതുകൊണ്ട് അതെടുത്തു. പിന്നെ അതിലേക്ക് അല്പം പഞ്ചസാര ചേർക്കുക. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഓയിലാണ്. ഓയിലും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കാലിനിടാനുള്ള സ്ക്രബ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഈ കോഫിയുടെ സ്ക്രബ് നമ്മുടെ 2 കാലിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ സ്ക്രബ് അപ്ലൈ ചെയ്യുമ്പോൾ ചെറുനാരങ്ങയുടെ തോടും കൂടെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കാല്. ഇതോടെ നമ്മുടെ പെഡിക്യൂറിൻ്റെ സ്റ്റെപ്സൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ വാഷ് ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ട് കിട്ടും. ടാനൊക്കെ മാറി ഡെഡ് സ്കിന്നൊക്കെ പോയി സ്കിന്നിൻ്റെ ഷെയ്ഡൊന്ന് ഇമ്പ്രൂവ് ആവും. അങ്ങനെ നമ്മൾ തണുത്ത വെള്ളത്തിൽ കാല് വാഷ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കാലിലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നെയിൽ പോളിഷൊക്കെ ഇട്ട് നമ്മുടെ പെഡിക്യൂർ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.